one of the most first long video on YouTube. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണെന്ന് വെച്ചാൽ എയർ ഡ്രൈ ക്ലേയും കൊണ്ട് നമ്മളൊരു അടിപൊളി ട്രിങ്കറ്റ് ഡിഷാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എയർ ഡ്രൈ ക്ലേ വേണം. ബൈ ദ വേ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ എയർ ഡ്രൈ ക്ലേ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതില്ലാത്തവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് പോയിട്ട് മസ്റ്റായിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നില്ല, വേറെ കുറേ ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലത്തെ പെറ്റൽ ഷേപ്സ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങളിപ്പോൾ ഇങ്ങനെ വരയ്ക്കണ കാണുമ്പോഴേക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ വരയ്ക്കണേന്ന്. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ഹെവി വിസ്കസ് ട്രിങ്കഡ് ഡിഷാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി നമ്മൾ ജ്വല്ലറീസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ സേഫായിട്ട് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനമാണ്. ബൈ ദ വേ ജസ്റ്റ് വാണിംഗ്, ഇത് പ്രൊഫഷണൽ ഡെഫിനേഷനൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ആൾക്കാർ ഉപയോഗിക്കണ കണ്ടിട്ട് പറയണ ഒരു ഇതാണ് കേട്ടോ. ഇത് കുറേ ആൾക്കാർ ഉപയോഗിക്കണ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടും കൂടിയാണ് എനിക്ക് ഉണ്ടാക്കാൻ തോന്നുന്നത്. നമ്മൾ ബാക്കി വെച്ച ആ ഒരു പീസസ് ഇല്ലേ, നമ്മൾ നേരത്തെ കട്ട് ഔട്ട് ചെയ്ത് വെച്ചാൽ അതിന് ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. എന്താണെന്നറിയില്ലേ, ഇപ്പം കണ്ടാൽ മനസ്സിലാവുക ആ സാധനം കൊണ്ടാണ് ഞാനിപ്പോൾ അതിൻ്റെ വാൾസ് പോലെ ഉണ്ടാക്കുന്നത്. ഇതിനും പെട്ടെന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്തിനാ ഇതെന്നല്ലേ. അപ്പോൾ ബേസിക്കലി ഇത് ഒരു 2D എഫക്റ്റ് വീണ്ടും മാറ്റിയിട്ട് കുറച്ചും കൂടി 3D ആക്കാനാണ്. ഇത് ഫുള്ളി 3D ആവില്ല, ബട്ട് ജസ്റ്റ് ഇത്തിരി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫിംഗേഴ്സ് ഇതുപോലെ വെച്ചിട്ട് നമുക്കിതുപോലെ വളവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസൊക്കെ ഇങ്ങനെ മടങ്ങിക്കണ ഒരു എഫക്റ്റ് കിട്ടാനാട്ടോ എല്ലായിടത്തും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോട്ടം ബീറ്റ്സ് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് അവിടെ താഴെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി കാണാമല്ലോ, ഞാൻ എല്ലായിടത്തും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കി വന്ന കുറച്ച് ക്ലേയും കൂടി ഉണ്ടായി, അതുകൊണ്ട് ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കത് നല്ലോണം അവിടെ വെച്ചിട്ട് വെള്ളം കൊണ്ട് നല്ലോണം സ്മൂത്താക്കി എടുക്കാം. എല്ലായിടത്തും ഇങ്ങനെ സ്മൂത്താക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞി ബോൾസ് ഉണ്ടാക്കാം. ഇതിൻ്റെ സൈഡിൽ എല്ലായിടത്തും റൗണ്ട് വെക്കാനാണ് കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലത്തെ സാധനം കിട്ടും കേട്ടോ. ഇനി നമുക്കത് ഉണങ്ങാൻ വെക്കാം. ഇതെല്ലാം ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ പരിപാടി പെയിൻ്റ് അടിക്കുക. ഇനി നമ്മളിത് കുട്ടപ്പനാക്കി എടുക്കണ്ടേ, അതിനുണ്ട് ഞാൻ ബ്ലാക്ക്, യെല്ലോ, ഓറഞ്ചും ഒരു റെഡിഷ് കളറും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഡാർക്ക് ടോൺസ് ഇൻസൈഡും ഔട്ട് സൈഡും, പിന്നെ ഉള്ളിൽ മേ ബി മിഡിലാവുമ്പോഴേക്കും ഞാൻ ഒരു ലൈറ്റർ ടോൺ കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എല്ലായിടത്തും ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ലൈറ്റ് പിങ്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ലൈറ്റ് പിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ജസ്റ്റ് ഭയങ്കര ഈസിയാണ്. വൈറ്റും റെഡും കൂടി മിക്സ് ചെയ്ത് നല്ല അടിപൊളി പിങ്ക് കിട്ടും കേട്ടോ. ഇനി ഞാനിത് ഇതുപോലെ എല്ലാ എമൗണ്ടും നല്ലോണം ഈക്വലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് ഓറഞ്ചും യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ട് അവിടെ ആ ഒരു യെല്ലോ സാധനമില്ല അത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ക്വൈറ്റ് വേരിയേഷൻ വന്നു. എനിക്കത് അവസാനം ചെയ്തപ്പോഴേക്കും ചെറുതായിട്ട് അവിടെ ഒരു കുറച്ച് പൊട്ടലൊക്കെ ഉണ്ടായി, ക്രാക്സ് ഉണ്ടായി. അതുമല്ല കളറ് ചെറുതായിട്ടൊന്ന് മങ്ങിപ്പോയി. അതുകൊണ്ട് ഞാൻ റീപെയിൻറ്റ് ചെയ്ത് കുറച്ച് യെല്ലോയിഷ് ടോൺ കൊടുത്തു പുറത്തോട്ട്. പിന്നെ നമുക്ക് ഇനി കോട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളെല്ലാവരും വീഡിയോസിലൊക്കെ കാണുമല്ലേ ഇങ്ങനെ ഗ്ലോസി ആയിട്ടിരിക്കുന്നത്, അതുപോലെ നമുക്കും ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ആ ഗ്ലൂ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. നമ്മളിനി ഏത് ഗ്ലൂ ഉപയോഗിക്കുന്നത്? ക്ലിയർ PVA ഗ്ലൂ. ആ ഗ്ലൂ കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമ്മളിത് നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നെയിൽ പോളിഷും കൂടി ഉപയോഗിക്കാം, നല്ല ഈവൻ മോർ ഗ്ലോസിയർ ലുക്കിന്. തൽക്കാലത്തേക്ക് നമുക്കിതിനി ഉണങ്ങാൻ വെക്കട്ടോ. ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ സാധനം കിട്ടും. ഇത്ര ഉള്ളു ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അടിപൊളി സാധനമല്ലേ, ഒരു 2-3 ദിവസം എടുത്തതെന്നല്ലാണ്ട് അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.